ഇതില് വെള്ളം ഒഴിക്കും തിരിച്ചിട്ട് ഇതിലേ എടുക്കും ഇതിലെ വരത്തില്ല ഇതിലേ വെള്ളം ഒഴിക്കും ഇതിന്റെ അകത്തൂടെ അപ്പൊ നമുക്ക് ഈ കൂജനെ തലകുത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കാം അതങ്ങനെ നീന്റെ വെള്ളം ഒഴിക്കുന്നത് എന്റെ ബാഗിൽ കൂടെ വെള്ളം ഒഴിക്കാം അപ്പൊ ഇനി കമത്തി കഴിഞ്ഞാൽ എന്റെ 18 വയസ്സിൽ മുതൽ തുടങ്ങിയതാണ് 18 വയസ്സിൽ തുടങ്ങിയത് പാല് കാച്ചാന് ചായ ഉണ്ടാക്കാനൊക്കെ മൺപാത്രത്തില് ഓ നിങ്ങളുടെ നാട്ടിൽ ഇല്ലാണോ പാലൊക്കെ കാച്ചന ചായ ഞാൻ ചട്നി വരെ മൺപാത്രത്തില് ചട്ടിയിലാണ് ചായ ഇടുന്നത് ഓക്കെ ചട്ടിയിലൊക്കെ ചായ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് എക്സിബിഷൻ കണ്ടിട്ട് വരാം വാ ചട്ടി എക്സിബിഷൻ ചട്ടികളുടെ എക്സിബിഷൻ ഹായ് നമസ്കാരം എന്താണ് പേര് വിജയകുമാരി എവിടെ നിന്നായിരുന്നു നിലമ്പൂര് മലപ്പുറം നിലമ്പൂർ എന്നാണ് വരുന്നത് അപ്പൊ ഇത് എത്ര ദിവസമാണ് ഈ ഒരു എക്സിബിഷൻ ഉള്ളത് നമ്മള് 5-ാം തീയതി വരെ ജനുവരി 5 വരെയാണ് എക്സിബിഷൻ വരുന്നത് അപ്പൊ ഇത് എന്തൊക്കെയാണ് സംഭവങ്ങൾ കുറെ ചട്ടികള് പല കരകൗശല വസ്തുക്കളുണ്ടല്ലോ അതെ ഞങ്ങള് നിലമ്പൂര് പിന്നെ അരുവാക്കോട് എന്ന് പറഞ്ഞൊരു മൺപാത്രത്തിന്റെ ഗ്രാമമാണ് അവിടെ മണ്ണുകൊണ്ടുള്ള കുറെ ഉൽപ്പന്നങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് ഞങ്ങളും അതിൽ പെടുന്ന ഒരാളാണ് അപ്പൊ നമ്മളെല്ലാ വർഷവും നമ്മൾ ചെയ്യുന്ന കുറെ പ്രൊഡക്റ്റ് അത് ഈ മൺപാത്രങ്ങൾ മാത്രല്ല ഇപ്പൊ മേജിക് പൂജ വെറൈറ്റി ഇതില് വെള്ളം ഒഴിക്കും തിരിച്ചിട്ട് ഇതിലേ എടുക്കും ഇതിലെ വരത്തില്ല ഇതിലേ വെള്ളം ഒഴിക്കും ഇതിന്റെ അകത്തൂടെ ഗ്ലാസ്സിൽ ഒഴിക്കും ഒഴിച്ചിട്ട് തിരിച്ചിട്ട് ഇതിലേ എടുക്കും ഇതിലെ വരത്തില്ല അല്ല അങ്ങനല്ല ഇപ്പൊ ഇതില് വെള്ളം ഒഴിച്ച് തിരിച്ചു വെച്ച വെള്ളം വരത്തില്ല ഇതിന്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ട് അമർത്തി വെച്ച വെള്ളം വരൂല ഇതില് തന്നെ വെള്ളം വരുള്ളൂ അപ്പൊ കഴുകണമെങ്കിൽ നമ്മൾ ഉണക്കിയിട്ട് കുലുക്കി കളയേ വഴിയുള്ളൂ അത്രേ ഉള്ളൂ നല്ല തണുത്തിരിക്കും 2 ലിറ്റർ വെള്ളവും കൊള്ളും നല്ല തണുപ്പും ഉണ്ടാവും ഓക്കെ അപ്പൊ ഒരു വെറൈറ്റി സാധനം കേട്ടോ വെറൈറ്റി കൂജ അപ്പൊ വെള്ളം ഒഴിക്കുന്നതിന്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് ഈ ഒരു ഹോളിൽ കൂടെയാണ് വെള്ളം ഒഴിക്കുന്നത് വെള്ളം ഇതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിരിച്ച് കമത്തിയാല് വെള്ളം വരൂലെന്നാണ് പറയുന്നത് എന്നിട്ട് നമ്മള് ഈ ഒരു ഇതുവഴി വെള്ളം ഇങ്ങനെ ഒഴിക്കും അതാണ് ചെയ്യണത് തന്നെ നമുക്ക് ഒഴിച്ച് കാണിക്കാം ഓക്കെ അവിടെ ഉണ്ട് വെള്ളം കുപ്പിയിലെടുത്തോ ചെറിയ കുപ്പിയില് അത് വെള്ളം കേട്ടാ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ഉണ്ടല്ലോ പിന്നെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് അലുമിനിയം നോൺ സ്റ്റിക്ക് ഒക്കെ കെമിക്കൽ അല്ല അതൊക്കെ കുറെ ആളുകൾ ഉപേക്ഷിച്ചു കഴിഞ്ഞു അപ്പൊ നമ്മൾ മൺപാത്രത്തിൽ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ഇപ്പൊ ചപ്പാത്തി ഉണ്ടാക്കണം ചപ്പാത്തി പൊള്ളിക്കണം മീൻ പൊരിക്കണം ഇത് ചപ്പാത്തി പൊള്ളിക്കുന്ന ഫുൽക്ക ചപ്പാത്തി നമ്മൾ പൊള്ളിച്ചെടുക്കില്ല ഗ്യാസിലങ്ങ് വെക്കും എന്നിട്ട് നമ്മൾ ഇതിൽ ചപ്പാത്തി ചൂടാക്കിയിട്ടിടുന്ന ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഇതിന്റെ ഹോൾ ഉള്ളതുകൊണ്ട് ഗ്യാസിന്റെ അടിയിൽ കൂടെ ഉള്ള തീ ഇതിലെ വരും അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഗ്രില്ല് ചെയ്യാം അതുപോലെ മീൻ വാഴയില വെച്ചിട്ട് പൊള്ളിച്ചെടുക്കാന് അപ്പൊ ഇത് അല്ല വാഴയില് പൊതിയില്ലേ പൊതിഞ്ഞിട്ട് അതിന്റെ വെച്ച് നമ്മൾ പൊള്ളിച്ചെടുക്കില്ല അപ്പൊ സാധാ ചട്ടിയിൽ വെക്കുന്നതിന് ചൂട് കൂടുതലാണ് നല്ല വെന്ത് കിട്ടും അടുപ്പിൽ വെക്കാം അതുപോലെ അപ്പൊ ഈ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നീരൊക്കെ ഉണ്ടെങ്കിൽ താഴോട്ട് ഇറങ്ങി അല്ലേ നീരൊക്കെ ഉണ്ടെങ്കിൽ താഴോട്ട് ഇറങ്ങി പോകും കുറെ ഹോളുകൾ ഇട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ ഗ്യാസിലും വെക്കാം അടുപ്പിലും വെക്കാം ഇത് മീൻ പൊരിക്കുന്ന ചട്ടിയാണ് മീൻ പൊരിക്കുക അപ്പൊ നമ്മള് സാധാ ചട്ടി പോലെ എണ്ണ അത്ര വലിക്കത്തില്ല ആദ്യം ഒന്ന് ചട്ടി വലിക്കും ഇത്തിരി എണ്ണ മതി നമ്മള് മീൻ പൊരിച്ചാല് എണ്ണ അവിടെ ഇരിക്കും പുകഞ്ഞു പോകത്തില്ല ഈ ചട്ടിയൊക്കെ നമ്മളിങ്ങനെ കൊട്ടി നോക്കണം ചുമ്മാ ഒരു രസത്തിന് കൊട്ടി നോക്കണം കൊട്ടി നോക്കണം എന്തിനാണ് ഇങ്ങനെ കൊട്ടി നോക്കാം എന്തിനാണ് അങ്ങനെ കൊട്ടി നോക്കണം ഇത് നമ്മള് പിന്നെ പൊട്ടലുണ്ടെങ്കിൽ ചലമ്പിച്ച ശബ്ദം വരും ഇത് മണിനാദം പോലെ വരുമ്പോ നല്ല ചട്ടിയാണ് കിണി സൗണ്ട് മണിനാഥം ഓക്കെ അപ്പൊ ഇതിൽ മീൻ പൊരിക്കുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ ഇല്ല ഇങ്ങനെ ഇത്രയും സ്ഥലം കിടക്കണോണ്ട് ഒരുപാട് ഇങ്ങനെ സ്ഥലം കിടക്കണോണ്ട് നമുക്ക് എല്ലാ മീനുകളൊക്കെ വെച്ച് പൊള്ളിച്ച് എടുക്കാൻ വാഴയിലൊക്കെ പൊള്ളിക്കാനും എല്ലാം നല്ല രസമായിരിക്കും കേട്ടോ കാണാനും നല്ല ഭംഗിയുണ്ട് നമ്മുടെ മറ്റേ പബ്ജിയിലെ പാനും കണക്കിരിക്കുന്നത് അതുപോലെ ഗ്യാസിലും മൈക്രോവേവിലും ഉപയോഗിക്കുകയും ചെയ്യും മൈക്രോവേവ് ഈ ചട്ടികളൊക്കെ വെക്കാൻ സൈസ് നോക്കി എടുത്താൽ മതി ഇത് അത് പാല് കാച്ചാന് ചായ ഉണ്ടാക്കാനൊക്കെ മൺപാത്രത്തില് ഓ നിങ്ങളുടെ നാട്ടിൽ ഇല്ലാണോ പാലൊക്കെ കാച്ചന ചായ ഞാന് ചട്നി വരെ മൺപാത്രത്തിലാണ് ചട്ടിയിലാണ് ചായ ഇടുന്നത് ഓക്കെ ചട്ടിയിലൊക്കെ ചായ നല്ല ടേസ്റ്റ് ആണ് പാലിന് തന്നെ നമ്മള് സ്റ്റീല് നല്ലോണം പഴുത്തിട്ട് പാല് വെച്ച് നോക്കുക നമുക്ക് കുടിക്കാൻ കഴിയില്ല അതിനൊരു സ്മെല്ല് വേറെ വരും പക്ഷെ മൺചട്ടിയിൽ അങ്ങനെയില്ല ഇത് കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് ഇത് നമ്മൾ സാധാരണ നമ്മൾ ചെറിയ പുളിശ്ശേരി എരിശ്ശേരി അല്ലെങ്കിൽ ചില തോരൻ വെക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ എടുക്കും ചെറിയ മീൻ കറിയൊക്കെ വേണമെങ്കിൽ വെക്കാൻ എടുക്കും പക്ഷെ ഇതില് നമുക്ക് പാലും കാച്ചാം ചായ ഇടാം നല്ല ചട്ടി റേറ്റ് എത്രയാണ് പറഞ്ഞത് റേറ്റ് 100 രൂപ മുതൽ മുകളിലേക്കാണ് 100 തൊട്ടാണ് സ്റ്റാർട്ടിങ് റേറ്റ് ഇത് കണ്ടില്ലേ ഇത് നമ്മളെന്താ വെച്ചാല് ഇത്രയും ഫിനിഷിങ് വരുന്നത് നമ്മളൊന്നും തേക്കുന്നല്ല പുഴങ്കല്ല് വെച്ചിട്ട് ഒരച്ചൊരച്ച് മിനുക്കിയിട്ട് കൊതുകുവല വെച്ച് തേച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുക്കും പുഴയിലെ ചെറിയ കല്ലുണ്ടല്ലോ ചെറിയ കല്ല് ഉരുളങ്ങ അത് ഈ പച്ച സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരയ്ക്കും ഒരച്ചൊരച്ചൊരച്ച് ഇതിന്റെ മണലെല്ലാം താത്തും പിന്നെ ചുമന്ന മണ്ണ് തേച്ച് വീണ്ടും തേക്കും പിന്നെ കൊതുകുവലിട്ട് തേക്കും അങ്ങനെയാണ് ഇത്രയും ഫിനിഷിംഗ് ആക്കി എടുക്കുന്നത് അപ്പൊ നമുക്ക്
നമുക്കിത് സ്റ്റീൽ പാത്രം പോലെ കഴുകാനും നോൺ സ്റ്റിക്ക് പോലെ വയറ്റാനും അടി പിടിക്കുക പുകയൊന്നുമില്ല. നമ്മൾ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് തോന്നത്തില്ല. ഓക്കെ, അപ്പൊ അടുത്ത ചട്ടിയിലോട്ട് പോകാം. അപ്പൊ സ്റ്റാർട്ടിങ് പറഞ്ഞാൽ 100 രൂപയാണ്. നല്ല അടിപൊളി കൂജ. ഇത് നമുക്ക് ഫ്ലവർ റൈസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണമെങ്കിൽ, വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ വെള്ളം കുടിക്കാൻ എടുക്കാം. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. പൂജ എത്രയാണ് ഇത്? പറയല്ലേ? മറ്റേ കാതൊക്കെ ഉള്ള പറ. അതെ, അപ്പൊ ഞങ്ങള് കൈകൊണ്ട് ചെയ്യണല്ലേ? നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം ഒരു പറ പോലെ വീട്ടില് ഒരു ഭംഗിക്കും വെക്കാല്ലേ? ശരി. പറ എത്രയാണ്? അത് 150. ഓക്കെ. അപ്പൊ എത്ര വർഷമായിട്ട് ഈ ഒരു ചട്ടികളൊക്കെ വെച്ചിട്ടുള്ള നിങ്ങളുടെ നാട്ടിൽ ചെയ്യുന്നു? ഞാന് എന്റെ 18 വയസ്സിൽ മുതൽ തുടങ്ങിയതാണ്. 18 വയസ്സിൽ തുടങ്ങിയതാണ്. പിന്നെ 2010 മുതലാണ് ഞാൻ എക്സിബിഷനായിട്ട് പുറത്തു വരാൻ തുടങ്ങി. എല്ലാ ജില്ലകളിലും പോയിട്ടുണ്ടോ? എല്ലാ ജില്ലയും. ഇവിടെ തന്നെ നമ്മള് 10ാമത്തെ വർഷത്തോളമായി തിരുവനന്തപുരത്ത് ഗാന്ധി സ്മാരകത്തിൽ തന്നെ എല്ലാ വർഷവും January 1 വരാറുണ്ട്. എല്ലാ വർഷവും. പിന്നെ കുറെ ആളുകൾ നമ്മളടുത്ത് മാത്രം ഉപയോഗിക്കുന്നവരുണ്ട്. അവർ ഞാൻ വന്നിട്ടേ മേടിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ചട്ടിയിൽ ഞാൻ വന്നിട്ട് തന്നെ കുറെ ആളുകൾ ചട്ടിയിൽ മാത്രം തന്നെ തുടങ്ങിയവരുണ്ട്. വിജയകുമാരി. അപ്പൊ വിജയകുമാരി പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇതുപോലെ എല്ലാ വർഷവും ചട്ടി മേടിക്കുന്ന തിരുവനന്തപുരത്തുകാരുണ്ടെങ്കിൽ താഴെ കമന്റ് അടിക്കണേ. ഇത് ഇത് ഭരണിയാണ്. നമ്മള് ട്രെയിനിലൊക്കെ പോകുമ്പോ കട്ട തൈര് കിട്ടത്തില്ല, അത് നമ്മള് വെള്ളമൊക്കെ പുറത്തേക്ക് വന്നിട്ട് കട്ടായിട്ട് വരും. പാല് ഉറവിച്ച് വെക്കുമ്പോ നല്ല കട്ട തൈരായിട്ട് വരും. ചെറിയ ഭരണി. അച്ചാറിട്ട് വെക്കുക, പുളി ഇടാ, ഉപ്പിടാ. പുളിയൊക്കെ പ്ലാസ്റ്റിക് കേടല്ലേ, ഇതിലാകുമ്പോ ആ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. നല്ല രസമായിരിക്കും. അത് കൊള്ളാം. ഇതെന്താ പാത്രമാണ്? ഇത് നമ്മൾ ഇങ്ങനെ സെർവ് ചെയ്യാൻ, അതിന് ഓവനകത്ത് ചൂടാക്കാൻ, കേക്കൊക്കെ ബേക്ക് ചെയ്യാനൊക്കെ. പ്ലം കേക്ക് ഒക്കെ. പിന്നെ വേണമെങ്കിൽ ചോറും കഴിക്കാം. നല്ല വിശാലമായിട്ടിരുന്ന ചോറ് കഴിക്കുന്ന പ്ലേറ്റുകളൊക്കെ ഉണ്ട്. അത് കുറച്ച് വലുതായിട്ടുള്ളല്ലേ? ഇനി കുറച്ച് കൂടുതലായിട്ട് കറിയും ചോറും എടുത്ത് വേണമെങ്കിൽ ഇത്തിരി പഴം കഞ്ഞി പോലെ കുടിക്കാൻ നല്ല എന്തിനാണോ എടുക്കാല്ലേ? നമ്മളെ ഇഷ്ടാനുസരണം എന്തിനാണോ എടുക്കാം. അതുപോലെ നമ്മളെ ചീനച്ച തോരനും മെഴുക്കുവരട്ടിയൊക്കെ അതോ അല്ലല്ല, അത് വെള്ളത്തിന്റെ കുത്തിന്റെ നമ്മൾ കൊണ്ടുവന്നില്ല പ്രാവശ്യം. വെള്ളത്തിന്റെ ബോട്ടിൽ കേട്ടോ, വെള്ളം കുടിക്കുന്ന ബോട്ടിൽ. ബിരിയാണിയുടെ ചട്ടി, ബിരിയാണി വെക്കുന്ന ബിരിയാണി ചട്ടി. കൊള്ളാം. ബിരിയാണി ചട്ടി ബിരിയാണി. ചട്ടി ബിരിയാണി എന്ന് പറയുന്ന പോലെ യഥാർത്ഥത്തിൽ നമുക്ക് ചട്ടിയിൽ ബിരിയാണി ഉണ്ടാക്കല്ലേ? ചട്ടിയിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതായത് ദമ്മിട്ട് വെക്കാൻ വേണ്ടി ഇതിൽ തന്നെ നമ്മൾ ഇത് ചെയ്തിട്ട് അരി ദമ്മിട്ടിട്ട് അതിൽ തന്നെ വേവിച്ചെടുത്തിട്ട് അവിടെ അടച്ചു വെച്ചാൽ മതി. ഓക്കെ, അങ്ങനെ. കൊള്ളാം. നമ്മള് സലൂക്കിച്ച് എല്ലാവരും ചെയ്യാറുണ്ട്. കൊള്ളാം. ഇത് എത്രയാണ് റേറ്റ് പറഞ്ഞത്? അത് 350 രൂപയാണ്. ബിരിയാണി ചെമ്പ്. പുൽക്ക റൊട്ടിയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചട്ടികള്. മെഴുക്ക് വരട്ടിയും തോരനും അതുപോലെ വെള്ളപ്പം. ഇതേട്ടാ വെയിറ്റ് ഇല്ല കേട്ടാ, വളരെ വെയിറ്റ് കുറവാണ്. ഒട്ടും വെയിറ്റ് ഇല്ല. ചുമ്മാ കൊട്ടി വെക്കാം. സൗണ്ട് കേൾക്കണുണ്ടോ? മെഴുക്ക് വരട്ടിയ തോരൻ, ചെറിയ കറികൾ, കുഞ്ഞു കറികളൊക്കെ ചെയ്യാൻ വേണ്ടി. ഒക്കെ നമുക്ക് ഗ്യാസിൽ വെച്ച് ഉപയോഗിക്കാനുള്ളതും അതുപോലെ കഴുകിയ സ്റ്റീൽ പാത്രം പോലെ കഴുകുക. വയറ്റും പടി പിടിക്കാൻ പോകുകയൊന്നുമില്ല. നമ്മള് അലുമിനിയം പാത്രത്തിൽ ഉപയോഗിക്കുന്ന പോലെ മണലൊക്കെ പൊന്തി തരി പോലെ അത് അങ്ങനെ തന്നെ ചൂട് വെച്ചിട്ടാണ്. കാരണം അവരെ പറഞ്ഞതല്ലേ വില കിട്ടത്തില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിന്റെ വിലക്കേ വിൽക്കത്തുള്ളൂ. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ കല്ലുകൊണ്ട് മിനുസപ്പെടുത്തി നാച്ചുറൽ ആയിട്ട് തന്നെ ഒരു കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ ആക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ വിൽക്കും. അപ്പൊ അതാണ് അതിന്റെ മാറ്റം. ഒന്ന് കഞ്ഞിവെള്ളം തിളപ്പിക്കുക മാത്രം മതി. വേറെ എണ്ണ പുരട്ടുക, വെയിലിൽ വെക്കുക ഒന്നും ചെയ്യണം. ഒക്കെ നമ്മൾ ചെയ്ത് ഞങ്ങൾക്ക് വെള്ളം തിളപ്പിക്കുക കളഞ്ഞതിന് ശേഷം പിന്നെ കറിയൊക്കെ ഇപ്പൊ കൊണ്ടുപോയിട്ട് ഇപ്പൊ തന്നെ ചെയ്തപ്പോ തന്നെ ഉപയോഗിക്കും. മയക്ക് പരിപാടി ഒന്നുമില്ല. അപ്പൊ കൊണ്ടുപോയി ഉടനെ നിങ്ങൾക്ക് കഴുകി യൂസ് ചെയ്യാൻ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട്. ഇത് എത്രയാണ് ഈ ചട്ടി പറഞ്ഞത്? അത് 300 രൂപ. ശരി. അത്രയും കഷ്ടപ്പാടുണ്ടല്ലേ അതിന്? വില നോക്കിട്ട് പറഞ്ഞ കാര്യമില്ല, കഷ്ടപ്പാടുണ്ട്. ഇത് ചീനച്ചട്ടിയാ? അത് ചീനച്ചട്ടി. നല്ല കാത് പിടിയൊക്കെ ഉള്ള ചീനച്ചട്ടി. ഇതിൽ നമുക്ക് അരി വറക്കാം, പിന്നെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാനൊക്കെ ഫ്രൈ എടുക്കാൻ പറ്റും. ഫ്രൈ ചെയ്യാം. അതുപോലെ നമുക്ക് എണ്ണ കുടിക്കുവോ? ഫസ്റ്റ് ടൈമിൽ ഒരു ഇത്തിരി എണ്ണ കുടിക്കും. പിന്നെ നമുക്ക് എണ്ണ അധികം ആവശ്യം വരില്ല. ലൈറ്റ് ആയിട്ട് എണ്ണ ഇട്ട് വേണമെങ്കിൽ ചെയ്യാല്ലേ? ചെയ്യാം. എണ്ണ കുറച്ച് ചെയ്യുന്നവർക്ക് എപ്പോഴും മൺപാത്രമാണ് നല്ലത്. കാതൊക്കെ നല്ല ബോൾട്ട് ഇട്ട് തിരിക്കി നല്ല സ്ട്രോങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റ കയ്യിലാണ് പിടിക്കാം. കൊള്ളാം. കറി വെക്കാനും എടുക്കല്ലേ? കറി വെക്കാനും എടുക്കാം. ചിക്കനൊക്കെ പെരട്ടാൻ നല്ല ചിക്കൻ കറി. നല്ല ചട്ടിയോട് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ, ചട്ടിയിലെ കഴിക്കുള്ളൂ എന്നുള്ള ആൾക്കാർക്കൊക്കെ
ചട്ടിയിലല്ലേ അവർ ശീലിക്കുള്ളൂ, അവർക്കൊക്കെ നല്ലതായിരിക്കും അല്ലേ? അതെ അതെ. ചട്ടിയാണ് ഇത് കണ്ടില്ല, ഇത് പിന്നെ മോരുകറിയാണ്. പിന്നെ നമ്മൾ ഈ മാവൊക്കെ അരച്ചൊഴിച്ചാൽ പൊങ്ങി വരും മൺചട്ടി. എല്ലാം നല്ല സോഫ്റ്റ് ആണ്, അകവും പുറമാണെങ്കിൽ നല്ല ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ 6 മാസം പണിയെടുത്തതാണ് ഇത്. 6 മാസം? 6 മാസം. അതായത് ഇത് ഇപ്പൊ നിങ്ങൾ ഡയറക്റ്റ് ഉണ്ടാക്കണാണ്, അത് ഉണ്ടാക്കുന്ന ആൾക്കാർ ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഞാൻ ആ കാസ്റ്റിൽ പെടുന്ന ആളാണ്. കുമ്പാരൻ എന്ന് പറയും. കുമ്പാര്. ചട്ടി ഉണ്ടാക്കുന്ന കുമ്പാര്. കുമ്പാരൻ. ചട്ടി ഉണ്ടാക്കുന്ന അങ്ങനെ ആൾക്കാരുണ്ട്. ഞങ്ങൾ അവിടെ ഒരു 125 മണ്ണിൽ ഇങ്ങനെയൊക്കെ കടഞ്ഞുണ്ടാക്കണ അതാണ്. അതെ അതെ. ഞാൻ വീഡിയോ അയക്കുന്നുണ്ട് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ ഉണ്ടോ? അപ്പൊ ചെയ്യുന്ന വീഡിയോ കൂടെ നമുക്ക് ഇതിൽ വെക്കാം, നല്ല രസമായിരിക്കും ചട്ടി ഉണ്ടാക്കുന്ന. ഇത് ഫുൽക്ക ചപ്പാത്തി, തന്തൂരി റൊട്ടി, മീൻ വാഴയിൽ വെച്ച് പൊള്ളിക്കാനൊക്കെ ഉള്ള പാത്രങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മണ്ണ് അരച്ച് ചവിട്ടി കുഴച്ച് വീല് ചട്ടികൾ ഉണ്ടാക്കി ഇതുപോലെ 2 പ്രാവശ്യം അടിച്ചു കൂട്ടി എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ചട്ടിക്ക് ഇത്ര ഉറപ്പ് കിട്ടുന്നതും ഗ്യാസിലും മൈക്രോവേവിലും ലാസ്റ്റ് ചെയ്യുന്നതും. ഇതുപോലുള്ള പുഴങ്കല്ല് വെച്ച് ഉരച്ച് മിനുക്കിയിട്ടാണ് ഈ പാത്രങ്ങളൊക്കെ ഇത്രയും ഫിനിഷിംഗ് ആക്കി എടുക്കുന്നത്. സ്റ്റീൽ പാത്രം പോലെ കഴുകാൻ, നോൺ സ്റ്റിക്ക് പോലെ വയറ്റി അടി പിടിക്കോ പുകയൊന്നുമില്ല. ഈ പാത്രങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കളിമണ്ണ്, ചുമന്ന മണ്ണ്, അതുപോലെ വേവിക്കാൻ വിറക്, ചകിരി എന്നിവയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ യാതൊരുവിധ കെമിക്കലോ ഒന്നും തന്നെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അതുപോലെ മീൻ പൊരിക്കാൻ, പൊള്ളിക്കാൻ, ചപ്പാത്തി ചൂടാനുള്ള പാത്രങ്ങൾ, സാമ്പാർ, മോരുകറി, അതുപോലെ മീൻകറി, ചിക്കൻ കറി ഒക്കെ വെക്കുന്ന പാത്രങ്ങൾ. അതുകൂടാതെ നമ്മൾ ടെറാക്കോട്ട മ്യൂറൽസ്, ശില്പങ്ങൾ, ഇൻഡോർ പ്ലാന്റ് ചട്ടികൾ, ടെറാക്കോട്ട ഉൽപ്പന്നങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് പിന്നെ വീണ്ടും ലാസ്റ്റ് ഫിനിഷിംഗ് ആയിട്ട് പിന്നെ നമ്മൾ സ്ത്രീകൾ കൈ പുഴങ്കല്ലുകൊണ്ട് ഉരച്ച്, സ്ത്രീകൾക്ക് ഇതാണ് പണി, ഉരച്ച് മിനുക്കുക, തേക്കുക. എനിക്ക് പണി പിടി വെക്കലാണ്. ഈ പിടികളൊക്കെ ഞാനാണ് വെക്കുന്നത് എല്ലാത്തിനും. അതാണല്ലോ കൈപ്പിടികൾ. ഇതല്ല, ഇതൊക്കെ ഒരു പിടി കണ്ടില്ലേ, പിടി, ഇതൊക്കെ. പിന്നെ ഡിസൈൻ ചെയ്യുന്നതും ഞാനാണ്. അപ്പൊ മൊത്തത്തില് എത്ര ആൾക്കാരുണ്ട് അവിടെ ജോലിക്കാര്? അവിടെ ഞങ്ങളിപ്പോ 16 പേര്. 16 പേരുണ്ട്. എല്ലാരും കൂടെ കൂട്ടായ്മയാണ്. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം അത് അവർക്കാണല്ലേ? അവർക്കാണ്. അതുമല്ല പുറത്തുനിന്നും ചെയ്യുന്നവരുണ്ട്, അവരതും മേടിക്കും. പിന്നെ ഞങ്ങളും ചെയ്യുന്നതും ഒക്കെ കൂടി ഇത് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും വിഭജിക്കാനുള്ളതാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് നിങ്ങൾ ചട്ടി ഹോൾസെയിൽ ആയിട്ട് കൊടുക്കോ? ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ലുലു മാളുകാരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്. കാരണം അവിടെയൊക്കെ ചെന്നിട്ട് ആളുകൾ നിലമ്പൂർ ചട്ടി ഉണ്ടോന്നാണ് ചോദിക്കുന്നത്. നിലമ്പൂർ ചട്ടി ഞാനാക്കിയതാണ്. ഞാൻ എല്ലാവരോടും അങ്ങനെ പറയുന്നത്. നിലമ്പൂർ ചട്ടി ഫേമസ് ആക്കിയ ആളാണ് ഇപ്പൊ. അപ്പൊ സാധാ ചട്ടി എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പൊ ആളുകൾക്ക് ഇങ്ങനെ ഫിനിഷിംഗ് ഉള്ളത് വേണം. അപ്പൊ ചോദിക്കുമ്പോ അവരെന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും. അപ്പൊ നമുക്ക് ഇത്രയും ചെയ്തു കൊടുക്കാനുള്ള ഇതൊന്നും ഇല്ല. ഉള്ളത് തിരിച്ചിരൊക്കെ എല്ലാവരും ചെയ്തു കൊടുക്കും. കൊറിയർ അയക്കും നിങ്ങളുടെ നാട്ടിൽ നിന്ന്? കൊറിയർ അയക്കും. അപ്പൊ അത് നമ്പർ ഉണ്ടെങ്കിൽ ടെറാമാർട്ട് എന്ന് പറഞ്ഞ ഇതുണ്ട്, ഞങ്ങളെ പേജ് ഉണ്ട്. ഇൻസ്റ്റ ഉണ്ട്, പിന്നെ വെബ്സൈറ്റ് എല്ലാം ഉണ്ട്. ടെറാമാർട്ട് എന്നാണ് ഇൻസ്റ്റയും ഫേസ്ബുക്കിന്റെ പേജ്. അപ്പൊ അതുവഴി കോൺടാക്ട് ചെയ്താലും മതി. മതി. നമ്മൾ ഹോൾസെയിൽ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കും. മോന് ബിടെക് കഴിഞ്ഞിട്ട് ഇതാ ചെയ്യുന്നത്. മോന് ഇതിന്റെ ഒക്കെ മാർക്കറ്റിംഗ്. ശരി ശരി, ഓക്കെ. അതുവരെ ഞാൻ ഇങ്ങനെ ഒതുങ്ങിയൊക്കെ അങ്ങനെ ചെയ്യും. പാവം വന്നപ്പോ കുറച്ചും കൂടി എനിക്ക് ആക്റ്റീവായി. അതെ. അപ്പൊ ബാക്കിയുള്ള ചട്ടികൾ പോവാം, വിശേഷപ്പെട്ട ചട്ടികളിലോട്ട് പോവാം. വലിയ ഒരു മുതുക്ക് ചട്ടി കിട്ടിയിട്ടുണ്ട്. ബീഫൊക്കെ നല്ല ഇളക്കി വെക്കാൻ പറ്റിയ നല്ല ചട്ടി. ഇത് നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, നല്ല കട്ടിയും കനവും ഒക്കെ ഉള്ളതാണ്. അത്യാവശ്യം കട്ടി വേണോ അല്ലേ? മണ്ണ് കൂടുമ്പോ വലിപ്പം കൂടുമ്പോ മണ്ണ് കൂടും, കട്ടി കൂടും. ഓക്കെ, അപ്പൊ അത്രയും വേണോ അല്ലേ ഇത്രയും സാധനം ക്വാണ്ടിറ്റിയോടെ ഇളക്കി എടുക്കാനൊക്കെ വരുമ്പോ? ഇത് എത്രയാണ് പറഞ്ഞ ചട്ടി? 400 രൂപയാണ് ചട്ടി പറഞ്ഞു. പിന്നെ ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടോ? ഡിസ്കൗണ്ട് അല്ല നമ്മൾ വീഡിയോ കണ്ട് പറഞ്ഞവർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് കൊടുക്കുവോ? ചെറുതായിട്ടൊക്കെ. അതെ. അപ്പൊ നിലമ്പൂരിൽ നിന്ന് ഈ ചട്ടികളെല്ലാം ഇവിടെ കൊണ്ടുവന്നതാണല്ലേ? എങ്ങനെ വന്ന ലോറി? ഓ, അപ്പൊ അത്രയും ദൂരെ നിന്ന് ചട്ടികളെല്ലാം കൊണ്ടുവന്നതാണ്. അപ്പൊ അതിന്റെ ട്രാവൽ എക്സ്പെൻസും പിന്നെ ഒരുപാട് ചേച്ചിമാരുടെ അമ്മമാരുടെ ഒക്കെ കഷ്ടപ്പാടും കൂടെയാണിത്. അപ്പൊ അതിനനുസരിച്ചുള്ള വാല്യൂ ഉണ്ടല്ലേ? ഓക്കെ. ആളുകൾക്ക് അതൊന്നും പ്രശ്നമല്ല, അവർക്ക് ചട്ടി നല്ലതായ വിലയൊന്നും അധികം ആരും ഒന്നും തർക്കിക്കൊന്നുമില്ല. കാരണം ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് കിട്ടണതല്ല, എല്ലാ ചട്ടിക്കടയും കിട്ടുന്ന സംഭവങ്ങളല്ല. ഞാൻ പോയി കഴിഞ്ഞിട്ട് വിളിക്കാൻ തുടങ്ങും, നിങ്ങൾ പോയോ, ഇനി എന്നാ വരിക.
അപ്പൊ ഇനി അടുത്ത വർഷമേ വരുള്ളൂ. വർഷത്തിൽ ഒരിക്കൽ വരുള്ളൂ. ഒരിക്കൽ വരും. അപ്പൊ ഇനി തിരുവനന്തപുരം കഴിഞ്ഞാൽ ഇനി കൊല്ലം പോകും, അങ്ങനെയാണോ? അല്ല, ഇനി സാധനങ്ങളായിട്ട് ഉണ്ടെങ്കിൽ കൊല്ലം പോകും. എല്ലാ ജില്ലകളും പോകും. എല്ലാ ജില്ലയും പോകും. സാധനങ്ങളാവുമ്പോ മാത്രം അങ്ങനെ ഓരോരോ സ്ഥലത്ത്. അപ്പൊ എല്ലാ ജില്ലകളും ഇങ്ങനെ എക്സിബിഷൻ ചെയ്ത് പോവുകയാണ്. ഓക്കെ, അങ്ങനെ ശരി. അപ്പൊ നമുക്ക് പണിയെടുക്കണം, എക്സിബിഷനും ചെയ്യണം, ഒക്കെ വേണ്ട, എല്ലാം കൂടെ വേണം. എല്ലാം കൂടെ വേണം. ചട്ടിയോട് ക്രൈസ് ഉള്ള ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും. അവർക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ അവർക്ക് കുറെ ചട്ടി വാങ്ങിച്ച് ഷെൽഫിലൊക്കെ അടുക്കി വെക്കണം, അടിയിൽ അടുക്കി വെക്കണം. ചട്ടി ഒരു ഭ്രാന്താണ്, ചട്ടി പാത്രങ്ങളോടൊക്കെ. എന്നിട്ട് അവര് പഴയ ചട്ടി ഉപയോഗിക്കുള്ളൂ. ഇതൊക്കെ വാങ്ങിച്ച് സൂക്ഷിച്ചു വെക്കും. പിന്നെ മക്കളൊക്കെ വരുമ്പോ കൊടുത്തുവിടാം. അങ്ങനെ ചട്ടി ഹരമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വന്ന് മേടിക്കാൻ പറ്റും. ഇത് നമ്മുടെ പോയിക്കുന്ന സാധനമാണല്ലേ? അടപ്പുണ്ടാവും, കുന്തിരിക്കും, അങ്ങനെ കുന്തിരിക്കാൻ പോയിക്കണത്. പിന്നെ ഇതൊക്കെ ചായ കപ്പ്, ചായ വെള്ളക്കപ്പ്. പിന്നെ കൂണുണ്ടാക്കി അത് നമ്മൾ ഈ ഗാർഡനിലൊക്കെ വെക്കില്ലേ, പുല്ലില് വെളിയിലൊക്കെ കൊണ്ടുവയ്ക്കാം. അപ്പൊ ഈ ചട്ടി ഈ കുമ്പളല്ലേ ഇത് കൂണ്, ഈ കൂണ് മേടിച്ച് വേണമെങ്കിൽ ചെറിയ കളർഫുൾ ഡിസൈൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും അല്ലേ? ഗാർഡനിലൊക്കെ വേണമെങ്കിൽ പച്ച കളറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ചുമലിൽ തൂക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റേ ബുദ്ധന്റെ ഗണപതി അങ്ങനത്തെ ഒക്കെ ഡിസൈൻസ് വർക്കുകൾ ഉണ്ട്. ഇതെന്താണ് ഇങ്ങനെ മുത്ത്? അത് നമ്മൾ ഈ പിന്നെ മണി പ്ലാന്റ് പോലുള്ള ചെടികളൊക്കെ വെക്കാൻ വേണ്ടിട്ടുള്ള. ഓ, അങ്ങനെ ഒരു ആ വോൾസുള്ള മറ്റേ ഇതുണ്ടല്ലോ, ഓർക്കിഡ് വെക്കാന്. ഓക്കെ. ഒരു പട്ടാളക്കാരൻ മോൻ. ഓക്കെ. ഒരാള് ജവാന്റെ അമ്മയാണല്ലേ? അതെ, മോളുണ്ട്. അപ്പൊ ഇതെല്ലാം ചെയ്തത് ചേച്ചിയാണല്ലേ, ഈ വിഗ്രഹങ്ങൾ പോലെ ചെയ്തത്? അടിപൊളിയാട്ടോ. അത് പഠിക്കാതെ ചെയ്തതാണ്. ആർട്സ് കോളേജൊക്കെ ഉണ്ടല്ലോ പഠിക്കാൻ വേണ്ടി. ഒന്നും അറിയത്തില്ല, പോയിട്ടുമില്ല. അപ്പൊ നമുക്ക് ഈ കൂജനെ തലകുത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കാം. അതങ്ങനെ നീന്റെ വെള്ളം ഒഴിക്കുന്നത് അതിന്റെ ബാഗിൽ കൂടെ വെള്ളം ഒഴിക്കാം. അപ്പൊ ഇനി കമത്തി കഴിഞ്ഞാൽ വെള്ളം വീഴത്തില്ല. ഇതൊരു മാജിക് പോലെയാണ്. വെള്ളം വേണമെന്നെങ്കിൽ തിരിച്ചു ഒഴിക്കണം. അതൊരു സംഭവമാണ്. അതായത് ഈ മണ്ണ് ഇതിൻ്റെ അകത്തൊരു സംഭവം ചെയ്യണമെങ്കിൽ ഇതിന് 2 ലിറ്റർ വെള്ളം പോകും. അതുപോലെ നല്ല തണുപ്പായിരിക്കും. സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ അകത്തൊരു ഈ ഒരു ഇങ്ങനെ ഒരു ട്യൂബ് പോലെ ഇങ്ങറ്റം വരെ വന്നിട്ടുണ്ടല്ലേ? ഇങ്ങറ്റം വരെ ഇതുവരെ വരും. വെള്ളം ഇങ്ങോട്ട് മറിഞ്ഞു. അപ്പൊ ഇവിടം വരെ ഇതിന് മേളിൽ വെള്ളം വന്നാൽ താഴോട്ട് വീഴും. അപ്പൊ ഇതുവരെ നിൽക്കും. അപ്പൊ ഇതിന് ഗ്യാപ്പ് ഉണ്ടോ? ആ ഗ്യാപ്പിന്റെ ഇടയിൽ കൂടെയാണ് വെള്ളം വീഴുന്നത്. അതാണ് അതിന്റെ ഒരു മെക്കാനിസം ഞാൻ കണ്ടുപിടിച്ചു. എന്നാൽ ഇതൊരു കഴിവാണ് ആർട്ടിസ്റ്റിന്റെ. ഇതാരാണ് ഇത് ഉണ്ടാക്കിയത്? രവി എന്ന് പറയുന്ന ഒരാളാണ്. ഓക്കെ, പുള്ളി അന്വേഷിച്ചായിട്ട് പറയണം കേട്ടോ. പുള്ളിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അയച്ചു തരണേ. അവര് ചെയ്യുന്നത് ഞാൻ അയക്കാം. അവര് ഇത് ചട്ടി ഉണ്ടാക്കുന്നുണ്ട്. കാരണം അതൊരു ഇത് ഇപ്പൊ നമുക്ക് എങ്ങനെ വേണോ പൂജ ഉണ്ടാക്കാം. പക്ഷെ ഇതൊരു ഐഡിയ പരമായി ഉണ്ടാക്കിയെങ്കിൽ ഇത് വ്യത്യസ്ത രീതിയിലല്ലേ? ചട്ടികൾ എല്ലാ സ്ഥലത്തും കിട്ടും. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോ അതിന് അതിന്റേതായിട്ടുള്ള മാറ്റത്തിലും വെറൈറ്റിയിലും കൊടുക്കണം എന്നുള്ളത് വേറെ ഇങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ മാത്രം പ്രത്യേകത ആയിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒഴിച്ചു കുടിക്കാം. നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കുടിക്കാം. കൊള്ളാം. ആ 2-3 വിഗ്രഹം എടുത്ത് കൈ പിടിക്കാമോ? ദുഃഖിച്ചിരിക്കുന്ന വനിത. എന്ത് പറ്റി? ഹസ്ബൻഡ് ഇവിടെ ഇല്ലേ? ഇട്ട് പോയല്ലേ? പിണങ്ങിയിരിക്കുകയാണ്, മരത്തിന്റെ മണ്ടയിൽ ഇരിക്കുകയാണ്. അടുത്തത് അത് ഒറ്റ കൊമ്പുള്ള ഗണപതിയാണ്. ഓക്കെ. ഇത് സത്യം പറഞ്ഞാൽ തടി പോലെ തോന്നുന്നു അല്ലേ? ഇത് മണ്ണല്ലേ? മണ്ണാണ്. പക്ഷെ തടിയുടെ ആ ഒരു ഫിനിഷിംഗിലാണ് ഇരിക്കണ. തടി ചെയ്തതുപോലെ കൊള്ളാം. ഞങ്ങളെല്ലാം മണ്ണിൽ ചെയ്യണേ. വലിയ എത്ര വലിപ്പമുള്ളതൊക്കെ ചെയ്യും. അതൊക്കെ ഓർഡർ അനുസരിച്ച്. ഓക്കെ. അടുത്ത വർഷം വരുമ്പോ കുറച്ചുകൂടെ വിഗ്രഹങ്ങൾ ഇറക്കണം കേട്ടാ. നല്ല കഴിവുണ്ട്. അപ്പൊ ഒരുപാട് ഇറക്കട്ടെ. അത് യേശു ആണോ? അത് യേശു ആണ്. യേശു. അപ്പൊ വിഗ്രഹങ്ങളൊക്കെ ചെയ്യോ ഇങ്ങനെ? ഈ ഉണ്ണി യേശു അങ്ങനെ ആ സെറ്റപ്പ് മൊത്തം അവരുടെ ആ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, അത് മൊത്തം ചെയ്യുമല്ലേ?
അതൊക്കെ നല്ല രസമായിരിക്കും. ഇതിപ്പോ പെയിന്റ് ചെയ്യൂലല്ലേ? ഇല്ലല്ലോ, ഒന്നും ഈ ഒരു കളർ തന്നെ കൊടുക്കും. ആ കളർ ഇത് നമ്മൾ നാച്ചുറൽ കളറാണ്. അത് ആ ബ്ലാക്ക് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ അറക്കപ്പൊടി ഓല ഇട്ടിട്ട് കരിച്ചെടുക്കും, രണ്ടാമത് ചൂളയിലിട്ടിട്ട്. അപ്പോഴാണ് അങ്ങനെ ബ്ലാക്ക്, കറക്റ്റ് ബ്ലാക്ക് ആവില്ല, റെഡും ബ്ലാക്കും മിക്സഡ് ആയിട്ട് വരുള്ളൂ. പുക തട്ടുന്നിടത്ത് മാത്രമേ കറക്കത്തുള്ളൂ. നമ്മൾ ചെയ്യുന്നൊക്കെ നാച്ചുറൽ, ഇതിൽ ഒരു കെമിക്കലോ ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കത്തില്ല. അപ്പൊ ഇത് അച്ചിലാണ് ചെയ്യണത് അതാ കൈകൊണ്ട് മെനഞ്ഞെടുക്കുന്നത്? കൈകൊണ്ട് ചെയ്തെടുക്കുന്ന സംഭവം, അല്ലാണ്ട് അച്ചിൽ വെച്ച് ചെയ്യണതല്ല. അച്ചൊന്നും ഇപ്പൊ യുപിന്നൊക്കെ കുപ്പികൾ വരുന്നുണ്ട്, വെള്ളത്തിന്റെ കുപ്പി. അത് നമുക്ക് അവര് വീഡിയോയിൽ കാണിക്കും, ഇങ്ങനെ മണ്ണൊഴിച്ചിട്ട് ഇങ്ങോട്ട് ഒഴിച്ചിട്ട് തുറക്കുമ്പോഴേക്ക് കുപ്പിയായി. പക്ഷെ മണ്ണ് അങ്ങനെ സെറ്റ് ആവണമെങ്കിൽ കെമിക്കൽ ഉണ്ടെങ്കിൽ സെറ്റ് ആവത്തുള്ളൂ. ഒരിക്കലും മണ്ണ് സെറ്റ് ആവില്ല. മണ്ണ് നമുക്ക് നാച്ചുറൽ നമ്മളിങ്ങനെ മെനഞ്ഞെടുത്തിട്ട് അത് അവിടെ നിന്നുണങ്ങണം. അല്ലെങ്കിൽ അത് താഴേക്ക് തന്നെ കിഴിഞ്ഞു പോകും. ഉണങ്ങി എടുത്ത് പിന്നെ അതിൽ വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ആക്കാനേ പറ്റത്തുള്ളൂ. ഇതെന്ത് കളിമണ്ണ? കളിമണ്ണിലാണ് ഇതെല്ലാം ചെയ്യുന്നത്, ചട്ടിയല്ല വേറെ ടൈപ്പ്? ഇല്ല, വെറും കളിമണ്ണ് മാത്രമേ. വേറെ എന്തെങ്കിലും ഒരു അതിലും കരട് കുടുങ്ങ, മണ്ണ് കുടുങ്ങ, കല്ല് കുടുങ്ങ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗം അടർന്നു പോകും, ഫിനിഷിംഗ് കിട്ടൂല, പൊട്ടിപ്പോവും. നമുക്കിത് ചീകി അതിന്റെ കല്ലൊക്കെ എടുത്ത് മാറ്റി കരട് മാറ്റി കാലുകൊണ്ട് ചവിട്ടി കുഴച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ചട്ടിയൊക്കെ മേടിക്കാൻ പോകുമ്പോ നിങ്ങള് ഇവരുടെ കഷ്ടപ്പാടും കൂടെ നോക്കണം. കണ്ട അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ചട്ടിയെ ഇത്രയും മിനുസമാക്കി ഇവരെടുത്ത് ഇവിടെ കൊണ്ട് വച്ച് തരണത്. നമുക്ക് നിസ്സാരം പോലെ അയ്യോ വില കുറയ്ക്കുമെന്നൊക്കെ ചോദിക്കും. അപ്പൊ അത്രയും കഷ്ടപ്പാടുണ്ട്. സ്റ്റാർട്ടിങ് വരണം 100 രൂപ. ഗ്ലാസ്സൊക്കെ എത്രയാണ്? ഗ്ലാസ് 80 രൂപ. ഗ്ലാസ് അല്ല 80 രൂപ. കൈപ്പിടിയുള്ള ഗ്ലാസ് ഇത് 120. ഹോൾലിസ് കപ്പ് അങ്ങനെയാണ്. ഇത് നമ്മുടെ വെള്ളം കുടിക്കുന്ന വാട്ടർ ബോട്ടിലാണ്. നമുക്ക് ബെഡ്റൂമിലൊക്കെ വെള്ളം വെച്ചിട്ട് രാത്രിക്ക് അത് വെള്ളം കേട്ടോ. അടപ്പൊക്കെ ഉണ്ട്. വാട്ടർ ബോട്ടില് ഇത് ബെഡ്റൂമിലൊക്കെ വെച്ച് നല്ലൊരു ആംബിയൻസ് ആയിരിക്കും. വെള്ളം എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ എപ്പോ പൊട്ടിച്ചെന്ന് വെച്ചാൽ അതൊന്നുമില്ല, നമ്മൾ ഉപയോഗിച്ച് ശീലമായി അങ്ങനെ ആയിക്കോളും. ഇത്രയും നേരം ഞാൻ എന്തോ മര്യാദക്ക് നിൽക്കുന്നു. സാധാരണ ഞാൻ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. ഇവിടെ മാത്രം ഒന്നും പൊട്ടിക്കാൻ പറ്റിയില്ല. അപ്പം ലാസ്റ്റ് ആയിട്ട് നമുക്ക് എന്താണ് ഇതിനെ കുറിച്ച് മൊത്തത്തിലൊന്ന് പറയാനുള്ളത്? നിങ്ങളുടെ അവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ കാര്യം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എന്താണ് പറയാനുള്ളത്? ഇത് ഞങ്ങള് കുറെ പേര് കൂടി ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളെ പ്രതീക്ഷിച്ച്. അതെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളെല്ലാരും വന്ന് മേടിക്കുക. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് അത്രയും ഒരു ഉറപ്പ് തരുന്ന എന്താ വെച്ചാൽ ഞങ്ങൾ കെമിക്കൽ ഒന്നുമില്ലാതെ എല്ലാ ഭക്ഷണത്തിലും എല്ലാത്തിലും കെമിക്കൽ, പച്ചക്കറിയിലൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളെ പാത്രത്തിൽ അതില്ല എന്നുള്ള ഉറപ്പിൽ ഞാൻ നിങ്ങൾക്ക് തരും. കെമിക്കൽ ചേർക്കാത്ത അങ്ങനെ കെമിക്കൽ ചേർത്തായിരിക്കും മിക്ക പാത്രങ്ങൾ ഉണ്ടാക്കണം, മൺപാത്രം ഉണ്ടാക്കണേ? അല്ല, മൺപാത്രങ്ങൾ ചില സ്ഥലങ്ങൾ തൃശ്ശൂർ വിട്ടു കഴിഞ്ഞാല് പിന്നെ ഇതില്ല, എന്ത് മണലാണ്. മണ്ണല്ല, മണ്ണും മണലും വ്യത്യാസമുണ്ട്. തൃശ്ശൂരിന് ഇങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ ശരിക്കുള്ള മണ്ണില്ല. നിങ്ങൾ മലപ്പുറത്തേക്ക് വരും, അപ്പൊ ഇടയ്ക്ക് അപ്പൊ നമുക്ക് അവിടുത്തെ മണ്ണ് പല കളർ കിട്ടും, കറുപ്പും ചുമപ്പും വെള്ള അങ്ങനെയുള്ള. പക്ഷെ അതിന്റെ ഇങ്ങോട്ട് വരുമ്പോ മണലാണ്. അപ്പൊ ആ ഭാഗത്ത് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യും, റെഡ് കളർ കിട്ടാൻ വേണ്ടി കാവി ചേർക്കും. എല്ലാരും പറയുന്നില്ല, കാരണം അവരും ജീവിക്കാൻ ചെയ്യാറുണ്ട്. ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നാച്ചുറൽ മണ്ണ് മാത്രം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കും. സംശയമുള്ളവരാണെങ്കിൽ നേരെ വീട്ടിൽ വരാല്ലേ? അത് നമ്മൾ നമ്മള് സൊസൈറ്റിയാണ്, കമ്പനി ഇതുപോലെ ഷെഡ് പോലെ കെട്ടിയാൽ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് സെയിലുണ്ടോ? സെയിലുണ്ട്. പിന്നെ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ വീടിന് എനിക്ക് ഇങ്ങനത്തെ ജാർ വേണം, അത് വേണം, ഇത് വേണം, അതൊക്കെ നമ്മൾ അതുപോലെ ചെയ്തു കൊടുക്കും. അപ്പൊ ഡിസൈൻ തന്നാലും ചെയ്തു തരും. അത് കൊള്ളാം കേട്ടോ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ വീടിനനുസരിച്ചുള്ള രീതിയിൽ ചുമലിൽ വെക്കാനും അല്ലെങ്കിൽ ഫ്ലവറൈസ് പോലെ ചെയ്യാനും പൂജ ചെയ്യാനും അല്ലേ പല രീതിയിൽ ചെയ്തു തരും. അത് കൊള്ളാം. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, അത് പറഞ്ഞാലും ചെയ്തു തരും. ഗാർഡനിൽ വെക്കാനുള്ള ജാറുകള്, അതുപോലെ അകത്ത് വെക്കാനുള്ള മ്യൂറൽസുകള്, പിന്നെ ചെടി വെക്കാനുള്ള ചെടിച്ചട്ടികള്. അപ്പൊ എന്താണോ വേണ്ട അതൊക്കെ ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. അത് വേണമെങ്കിൽ ഒരു ദിവസം കാത്തിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ പോയി പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ കൊറിയർ ആണെങ്കിൽ അയച്ചു തരും. വലുതൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്, ചെറുതൊക്കെ കൊറിയർ ആയി. വലുതാണ് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ വണ്ടിയിൽ ആക്കി പറഞ്ഞു വിടും. ഓക്കെ, അങ്ങനെയാണ്. അപ്പം ഇത് കറക്റ്റ് സ്ഥലം എവിടെയാണ് വരുന്നത്? ഞങ്ങള് നിലമ്പൂര് കൊളക്കണ്ടെന്ന് പറയും. നിലമ്പൂർ. നമ്മൾ ഈ എക്സിബിഷൻ വച്ചിരിക്കുന്നത് ഇത് ഗാന്ധി സ്മാരക നിധി തൈക്കാട് മ്യൂസിക് കോളേജിന്റെ ഓപ്പോസിറ്റ്. തിരുവനന്തപുരം തൈക്കാട് മ്യൂസിക് കോളേജിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഗാന്ധി സ്മാരക. അതിന്റെ അകത്ത് മേളത്തെ നിലയിലാണ്. പേര് തന്നെ വിജയകുമാരി. ഇതിന്റെ പേര് അനശ്വരൻ കിച്ചൺ പ്രൊഡക്റ്റ് ആൻഡ് മ്യൂറൽസ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. ടെറാക്കോട്ട എക്സിബിഷൻ എന്നാണ്. അപ്പം ജനുവരി 5-ാം തീയതി വരെ ഉണ്ടാവും. 6-ാം തീയതി ഇല്ല, ജനുവരി 5-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. സമയം
സമയം രാവിലെ 10 മുതൽ രാത്രി 8 വരെ. 10 തൊട്ട് 8 മണി വരെയാണ് സമയം. അപ്പം താല്പര്യമുള്ളവരെല്ലാം വന്ന് നോക്കുക. ഓക്കെ, എന്നിട്ട് ചട്ടികളൊക്കെ വാങ്ങിച്ചിട്ട് പോകും. ഒരുപാട് ഡിസൈനൊക്കെ ഉണ്ട്. ഇതൊക്കെ അല്ലേ രസം. ശരി, ബൈ. വെച്ചിട്ടാ അപ്പൊ കുറച്ച് ചട്ടികളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ യൂസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അതെ, നോക്കിയിട്ട് നോക്കുമ്പോ യൂസ് ചെയ്യുമ്പോ അറിയാലോ. യൂസ് ചെയ്യുമ്പോൾ അറിയാം. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ വിളിക്കുമ്പോ പറയാം ചേച്ചി. ഓ ശരി ശരി, ഓക്കെ. അപ്പോൾ എല്ലാവരും സ്റ്റാള് വിസിറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ പാചകം ചെയ്യാൻ അതിനുള്ള എല്ലാ പാത്രങ്ങളും ഞങ്ങൾ കൊണ്ടുവരുന്നതാണ്.